അതൊക്കെ ഉണ്ട്. ഞാനൊരു പുതിയ കട കണ്ടുപിടിച്ചിട്ടുണ്ട്. സുജാതയും മോളും വരുമെന്ന് പറഞ്ഞിട്ട് കാണുന്നില്ലല്ലോ അവരെ. അവര് ബസ്സിന് വരൂന്നല്ലേടി പറഞ്ഞത്. സമയാകുന്നുള്ളൂ. ആ അതെ വരുന്നുണ്ടല്ലോ ബസ്. ഇന്നെന്തായാലും ബസ് കറക്റ്റ് സമയത്ത് തന്നെ വന്നു. ഹായ് ജൂലി, മോളെ വാ. എന്താ സുജാത ഇന്നും ബസ്സിന് പോകുന്നത്? ഓട്ടോ ഒന്നും കിട്ടിയില്ലേ? എന്ത് ചെയ്യണം ഗോപിച്ചേട്ടാ, ഈ ജൂലിക്ക് ഒരേ നിർബന്ധം, ബസ്സിന് തന്നെ പോരണം. ജൂലിയെ പിടിക്കിപ്പിച്ചു, ബസ് പോട്ടെ. ജൂലിമോൾ കുറേ ദിവസമായി ബിജു ചേട്ടനെ കാണണം എന്ന് പറയുന്നു. നേനാ നിന്റെ ബിജു ചേട്ടൻ? ചേട്ടന്റെ കുഞ്ഞാവ് പോ. എന്തൊക്കെയുണ്ട് വിശേഷം? ചേച്ചിമാരെ നോക്കി. നോക്കുവാവേ, റൂബി ചേച്ചി ഉണ്ട്, മണിക്കുട്ടി ചേച്ചി ഉണ്ട്. വാ നമുക്ക് അവരായിട്ട് കളിക്കാം. കുറുമ്പെടുക്കല്ലേ ജൂലിമോളെ. ബിജു ചേട്ടൻ പറയുന്നതും കേട്ട് നല്ല കുട്ടിയായിരിക്കണം കേട്ടോ. അയ്യോ ബാവാച്ചി, അതൊന്നും തിന്നാൻ പാടില്ല, പാപം കിട്ടും. എന്ത് ഓ പാപ്പമല്ല പാപം. നമുക്ക് ഈ പശുമ്പനെ കളിക്കാം. വാ. അയ്യോ അത് കുത്തുമ്പാവേ. അയ്യോ എന്താ ജൂലി, എന്തൊറ്റി? അയ്യോ പട്ടി. കാര്യമില്ല, അത് കഴിക്കില്ല, പേടിക്കണ്ട. വാങ്ങേ, അത് കഴിക്കില്ലാന്ന് ഞാൻ പറഞ്ഞില്ലേ. മോളൊരു കാര്യം ചെയ്യും, ഈ കൊട്ടയിൽ തന്നെ ഇരുന്നോ. അവിടെ എവിടെയും പോയി കളിക്കണ്ട, പട്ടി കടിക്കൂട്ടോ. നല്ല കുട്ടിയല്ലേ, അവിടെ ഇരിക്കട്ടോ. അങ്ങനെ. എന്താ പിച്ചു മോനെ, ജൂലിക്കുട്ടി കുറുമ്പെടുക്കുന്നുണ്ടോ? അതൊരു പട്ടിയോട് പിച്ചിട്ട് ഞങ്ങൾക്ക് അറിഞ്ഞതാ. ആന്റി ഒരു കാര്യം ചെയ്യും, ഇവൾക്ക് കുടിക്കാനും തിന്നാനും എന്തെങ്കിലും കൊടുക്കുക, അല്ലെങ്കിൽ ഇങ്ങനെ എന്തെങ്കിലും പറഞ്ഞോണ്ടേ ഇരിക്കും. എനിക്ക് പിന്നെ ഒരു പുഡിങ് തന്നെ ആയിക്കോട്ടെ, അവൾക്ക് അതല്ലേ ഇഷ്ടം. അത് മതിയോ ജൂലി? അയ്യോ പച്ച കളറോ? അതൊന്നും പറ്റില്ല. ഇത് വല്ലാത്ത കഷ്ടമായല്ലോ. ആന്റി ഇവൾക്ക് ഇഷ്ടപ്പെട്ടത് എന്താന്ന് വെച്ച് ഉണ്ടാക്കി കൊടുക്കും. പച്ച ചോപ്പ് എന്തിയില്ല, പക്ഷെ തലവേദന എടുത്തിട്ട് പാടില്ല. കരയേണ്ട ജോലി മോളെ, ഞാൻ പച്ച കളറിലാക്കി തരാം. എന്റെ ഒരു വഴിയുണ്ട്. അതേത് വഴി? അതൊക്കെ ഉണ്ട്, നോക്കിക്കോ. ഞങ്ങൾക്കും വേണം അമ്മേ. എനിക്കും വേണം. ഹോ, ഇവിടെ ഉണ്ടായിരുന്നു തമ്പുരാട്ടിമാര്. മനുഷ്യൻ ഇത്രയും പണിയെടുത്തിട്ട് ഒരു വക തിരിഞ്ഞു നോക്കിയില്ല. ഇപ്പൊ അവർക്ക് പുഡിങ്ങാണത്രേ തന്നത് തന്നെ. അതെ കൊടുക്കരുതാണ്ടി, നന്നായി പോയി. ഞാനാണെങ്കിൽ കുറച്ചു നേരം വാവയെ നോക്കി ഇങ്ങനെ ചെയ്തു. ഇവരൊന്നും ചെയ്യില്ല, മടിയെത്തിയല്ല. ഞങ്ങൾക്ക് വേണ്ട നിന്റെ പുഡിങ്. ഓ നിന്റെ പുഡിങ്ങാ, ശരി, അറിയാതെ പറഞ്ഞു പോയതാ. പക്ഷേ ഒരു കാര്യമുണ്ട്, മണിക്കുട്ടിയുടെ അച്ഛൻ വരുമ്പോ കൊറേ മേശാപ്പ് കൊണ്ടുവരും. നിങ്ങൾക്ക് ആർക്കും തരില്ല, ഞങ്ങൾ ഒറ്റയ്ക്ക് പൊട്ടിച്ചോ. പക്ഷെ ഞാൻ ആധാർ കാർഡ് കറിയത് അതിൽ വലിയ മേശാപ്പ് വാങ്ങും, നോക്കിക്കോ. ഇതാ ജൂലി, നീ പറഞ്ഞ പോലെ പച്ച കളറിലുള്ള പുഡിങ് ഞാൻ ആക്കുന്നുണ്ട് കേട്ടോ. ജൂലി, നിനക്ക് വേണോ പടക്കങ്ങൾ? ആധാർ കാർഡ് കടയിൽ കുറെ ചൈനീസ് പടക്കങ്ങൾ വന്നിട്ടുണ്ടെന്നാ കേട്ടത്. വൈകുന്നേരം പോയി കുറെ വാങ്ങണം. അതിന് ഖാദർ ഈ കൊല്ലം പടക്ക കച്ചവടം ചെയ്യുന്നില്ലല്ലോ. കഴിഞ്ഞ തവണ നമ്മ കാശ് കൊടുക്കാത്തോണ്ടാവും കട പൂട്ടിയെന്നാ പറഞ്ഞേ. നന്നായി പോയി. അയ്യോ അപ്പൊ ഈ പ്രാവശ്യം വിഷുവിന് ഞാൻ പടക്കം എവിടെ നിന്ന് വാങ്ങിക്കും ആന്റി? അയ്യോ ജൂലി മോളെ, നമ്മള് പെട്ടു, നമുക്ക് പടക്കം കിട്ടൂല. ഓ ഇതിനോട് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. മണിക്കുട്ടി റൂബി അച്ഛനോട് പറഞ്ഞ് ഞങ്ങൾക്ക് കൂടി കുറച്ച് പൊട്ടിക്കാൻ പടക്കം തരണേ. ഒരു മേശാപ്പ് മതി, ഞങ്ങൾ രണ്ടുപേരും അഡ്ജസ്റ്റ് ചെയ്ത് പൊട്ടിച്ചോളാം. അല്ലേ ജൂലി മോളെ? ഓ ഇവളെ കൊണ്ട് തോറ്റു. ആദ്യം ഇവൾക്ക് എന്തെങ്കിലും തിന്നാൻ കൊടുക്കട്ടെ. ഇവളുടെ ബിഡിങ് എന്തായി? കഴിഞ്ഞു, ഫ്രീസറിന്ന് എടുത്താ റെഡി. വേഗം കൊടുക്ക്, അല്ലെങ്കിൽ കഴിഞ്ഞിട്ടപ്പം കൊണ്ടുവരുന്നത് പടക്കം മൊത്തം ഇവള് തിന്നും. പുഡിങ്ങാണെന്ന് പറഞ്ഞു. ഓ നിനക്ക് ഇതൊക്കെ ഉണ്ടാക്കാൻ അറിയായിരുന്നല്ലേ, എന്നിട്ട് ഇത്രയും നാളായിട്ട് എനിക്കൊന്നും ഉണ്ടാക്കി തന്നിട്ടില്ലല്ലോ. അതെങ്ങനെയാ? നിനക്ക് എരിവും പുളിയില്ലാതെ വല്ലതും തിന്നാൻ അറിയോ? അപ്പൊ ഇത് എരിവും പുളിയില്ലേ? ബെസ്റ്റ്. മക്കളെ നിങ്ങൾ കഴിക്കും. ഇങ്ങനത്തെ കാര്യം പറഞ്ഞ ഭ്രാന്ത് വരും മനുഷ്യന്.
ജൂലി നിന്റെ പച്ച പുഡിങ് കഴിച്ചു നോക്ക് എങ്ങനെയുണ്ടെന്ന് പറ. എനിക്കും താൻ്റെ ഒരു കഷ്ണം. ഇത് നല്ല ടേസ്റ്റ് ഉണ്ടല്ലോ. സൂപ്പർ പുഡിങ്. യമി. ഇതാരാ ഒരു പൂക്കച്ചവടക്കാരൻ വരുന്നേ? കണിക്കൊന്നയാണല്ലോ. ഓ ഇത് കാതറല്ലേ? ഇവൻ പൂക്കച്ചവടം തുടങ്ങിയോ? എന്താ കാതറ ഈ വഴിക്കൊക്കെ? ഇത് ഞമ്മളെ പുതിയ ബിസിനസ്സാണ് ഗോപ. മീമന്റെ എന്നാലും ബെഡ് ഇറക്കുന്നത്. അപ്പൊ ഞമ്മള് വിഷു ഒക്കെ അല്ലേ കണിക്കൊന്ന വിറ്റ് കാശാക്കാന്ന് വെച്ച്. മോനെ ബിച്ചു 5 രൂപക്ക് കണിക്കൊന്ന വാങ്ങിച്ച് വീട്ടിൽ തൂക്ക്. മോനെ വാങ്ങിച്ചോളി നല്ല പരക്കന കഴിഞ്ഞാണ്. അയ്യോ മീനല്ല കണിക്കൊന്ന. നമ്മക്ക് എപ്പോഴും മീന്റെ വത്താനെ വാങ്ങി വെച്ചോളൂ. വാങ്ങിച്ചോ മോനെ ബിച്ചു, വിഷു അല്ലേ വീട്ടിൽ തൂക്കാം. 5 രൂപയ്ക്ക് എടുക്കുക കാതറെ. കാശ് ഞങ്ങൾ പടക്കം മേടിക്കാൻ വരുമ്പോ ഒരുമിച്ച് തരാം. അത് ശരി. ഏത് പടക്കക്കട? നമ്മളെ കടക്കക്കട പൂട്ടിയിട്ടല്ലേ നമ്മൾ പൂക്കട തുടങ്ങിയത്. അയ്യോ കാതർക്ക് പടക്കക്കട പൂട്ടിയോ? ഇനി ഞങ്ങൾ വിഷുവിൽ എവിടെ നിന്ന് പടക്കം വാങ്ങിക്കും? അങ്ങനെ ഞമ്മന്റെ കടയിൽ പൈസ ആയതുകൊണ്ട് പടക്കം പൊട്ടിച്ചത് നിങ്ങൾ മതിയാക്കിക്കോളി. കാശ് കൊടുത്ത് പടക്കം കയറി ഹംക്കെ. അയ്യോ ഇനി എന്താ വഴി? സാരില്ല കരണം ചിറ്റപ്പം പടക്കം കൊണ്ടുവരാത് പറഞ്ഞിട്ടുണ്ട്. ഓ കാതർക്ക നിങ്ങളവിടെ കാർക്ക് വേണം. അവിടെ പോയി വരുമ്പോ ഞാൻ അടുത്ത ഗുഡ് കൊണ്ടുവരുന്നുണ്ട്. നമുക്ക് ഈ പഞ്ചായത്ത് ഒന്ന് വിറപ്പിക്കണം. നീ ഒന്ന് പോകണം, എന്റെ കൈ വിറച്ചിട്ട് പാടില്ല. ചിറ്റപ്പനെ ബോംബ് സ്ക്വാഡുകാർ പിടിക്കുന്ന തോന്നുന്നു ഇത്ര വലിയ പടക്കം വാങ്ങിയതിന്. മാമൻ പേടിക്കണ്ട, ഞാൻ അടുത്തന്നില്ലേ. വേഗം കത്തിക്ക്. നിങ്ങൾക്ക് എന്തേ ബുദ്ധിയില്ലേ മനുഷ്യ? ആ പിള്ളേരൊക്കെ അങ്ങ് മാറ്റി നിർത്ത്. എടാ ബിച്ചു നിന്റെ മുഖം മാറ്റിയൊക്കെ അല്ലെങ്കിൽ കരിഞ്ഞു പോകും. ആ ശരിയാ, എല്ലാരും മാറിക്കോ, ഞാൻ കത്തിക്കാൻ പോവേണേ. വരയ്ക്കോ വരയ്ക്കോ. അയ്യോ ചെയ്വത്തിക്കോ, എല്ലാരും ചെയ്വത്തിക്കോ. ഇപ്പൊ പൊട്ടു. അയ്യോ പൊട്ടിത്തെറിച്ച്. അയ്യോ അയ്യോ പിച്ചു മോനെ നീ എന്തേ? അയ്യോ എന്റെ ചെറുക്കന് എന്താ പറ്റി? ആരും പേടിക്കണ്ട, ഞാനിവിടെ ഉണ്ട്. ഒന്ന് മാറി നിന്നതാ, പേടിച്ചിട്ടല്ലേ. അത് നീ പറയണ്ട, ഞങ്ങക്ക് മനസ്സിലായി.